പ്രിയ ദൈവമക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പുതിയൊരു പ്രഭാതം കൂടെ കാണാൻ ദൈവം നമുക്ക് അനുവാദം തരികയാണ്. ദൈവ മഹത്വത്തിനായി ജീവിക്കുവാനാണ് ഈ ഒരു അവസരമെന്ന് നാം മറക്കരുതേ. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തെ നമുക്കൊന്ന് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാമത്തെ അധ്യായം 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ എവിടെയാണ് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതെന്നറിയണ്ടേ? യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിലായിരുന്നു അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചത്. അവർ ആരെന്നറിയണ്ടേ? ഒരു സഭയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ. അവരെന്തിനാണ് അവിടെ കൂരുകയും അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത്? അപ്പോസ്തലനായ പത്രോസിനെ ഹെരോദ രാജാവ് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ സുവിശേഷം നിമിത്തമാണ് എന്ന കാര്യത്തെ നമ്മൾ ഓർത്തുകൊള്ളണം. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ തടവിലാക്കുകയാണ്. തടവിലാക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയാണ്: 2 ചങ്ങലയായി ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ അദ്ദേഹം ഉറങ്ങുകയാണ്. പക്ഷേ ഈ സമയത്ത് സഭ ഈ പത്രോസിന് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. ഈ പ്രാർത്ഥന ദൈവം കേട്ടു. അവിടെ ദൂതൻ ഇറങ്ങുന്നു, പത്രോസിനെ വിടുവിക്കുന്നു. അങ്ങനെ വിടുവിച്ച് സഭ പത്രോസിന് വേണ്ടി എവിടെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അതായത് യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ, ആ വീട്ടിലേക്ക് പത്രോസ് വരികയാണ്. ഇവർ പ്രാർത്ഥിക്കുകയാണ്. പുറത്ത് പത്രോസ് വന്നു നിന്ന് വാതിൽക്കൽ മുട്ടുന്നു. ആ സമയത്ത് റോധ എന്ന് പറയുന്ന ഒരു ബാല്യക്കാരത്തിയാണ് ഈ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറക്കാനായിട്ട് പോകുന്നത്. അവിടെ മുട്ടുന്ന ശബ്ദം, വിളിക്കുന്ന ശബ്ദം റോധ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നു അത് പത്രോസാണ്. അത് സന്തോഷത്തോടുകൂടെ ഏറ്റുകൊണ്ട് വാതിൽ തുറക്കാതെ ആ സന്തോഷത്തെ സഭയോട് അറിയിക്കാനായിട്ട് വന്ന് പറയുമ്പോൾ ആ സഭ അത് വിശ്വസിക്കുന്നില്ല. അവിടെ പറയുന്നത് വളരെ രസകരമാണ്. നിനക്ക് ഭ്രാന്തുണ്ട് എന്നാണ് ആ സഭ റോധയെ നോക്കി പറയുന്നത്, റോധയുടെ വിശ്വാസം നോക്കി പറയുന്നത്. എല്ലാവരും പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നടക്കുമ്പോഴും, ശക്തമായി നടക്കുമ്പോഴും, റോധ എന്ന ഈ ബാല്യക്കാരത്തിയുടെ വിശ്വാസം വലുതായിരുന്നു എന്നത് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴും വിടുതൽ പ്രാപിക്കും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ അത്ര കണ്ട് ഉണ്ടായിരുന്നില്ല എന്നത് വേണം നാം മനസ്സിലാക്കാൻ. പക്ഷേ വാതിൽ മുട്ടുമ്പോൾ തന്നെ, ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ റോധ എന്ന ബാല്യക്കാരത്തി വിശ്വസിച്ചു. താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം വിടുതൽ തന്നു. സഭയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വിടുതൽ തന്നു. പത്രോസിനെ വിമോചിപ്പിച്ചുകൂടാ കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാതിൽ തുറന്ന് ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഉറപ്പിക്കുകയാണ് ദൈവം അത്ഭുതം ചെയ്തുവെന്ന്. അത് സാക്ഷ്യമായിട്ട് സഭയോട് വന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ ഇന്നത്തെ പ്രഭാതം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് ഈ റോധ എന്ന ബാല്യക്കാരത്തിയുടെ വിശ്വാസമാണ്. പ്രാർത്ഥിക്കുമ്പോഴും ദൈവം അത്ഭുതം ചെയ്യും, ദൈവം വിടുതൽ ചെയ്യും, ദൈവം ഇന്നെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും, എൻ്റെ ആവശ്യങ്ങളുടെ മധ്യേ പ്രവർത്തിക്കും, എന്നോടൊപ്പം കൂടെ ഉണ്ടാകും, എന്നെ ശക്തനാക്കുവാൻ കർത്താവുണ്ട്. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയണം. തീർച്ചയായിട്ടും ആ വിശ്വാസം അത്ഭുതം കാണും, മാറ്റമില്ല. വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മെയും തടസ്സപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ചങ്ങലകളും മാറും. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ദൂതന്മാരെ അയക്കും. അതിൻ്റെ ഒരു പ്രത്യക്ഷ അടയാളമാണ് ഈ ഭാഗം. ഇന്നത്തെ പ്രഭാതവും ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നത് കാണുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഒരു ദിനം കൂടെ ഞങ്ങൾ ഈ ഭൂമിയിൽ വാഴ്വ് തീർക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾക്ക് വേർതിരിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ പ്രഭാതം കർത്താവെ, അങ്ങയുടെ നല്ല സാക്ഷ്യമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാനും അങ്ങയുടെ മക്കളായി തന്നെ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വിഷയങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഒക്കെയും ദൈവസന്നിധിയിൽ തരുന്നു. അവയിലൊക്കെയും ദൈവത്തിൻ്റെ അത്ഭുതമായ ഒരു വഴിനടത്തൽ ദൈവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. തിരുവചനം കേട്ടതുപോലെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാൻ, റോധ എന്ന ബാല്യക്കാരത്തിൽ പുലർത്തുന്ന ആ ഉറച്ച വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ദൈവം സഹായിക്കണം. അങ്ങനെ കൃപ ഞങ്ങൾക്ക് പകരുന്നതിനായി നന്ദി. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ നാഥ, ആമേൻ.